ലാലേട്ടൻ വന്നു, പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. രസകരമായ ഒരാഴ്ചയാണ് കടന്നുപോയത്. ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഡാൻസ് മാരത്തോൺ ടാസ്കിൻ്റെയും മത്സരാർത്ഥികളിൽ ഒരാൾക്ക് നൽകിയ സീക്രട്ട് ടാസ്കിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് സംസാരിക്കാം. ഇന്നിവിടെ പുതിയതായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട്. 2 അതിഥികൾ വന്നിട്ടുണ്ട്, ഒരു ഉമ്മയും ഒരു മകനും. ലാലേട്ടൻ പറയുന്നത് എനിക്കറിയാം, എന്നാലും ചോദിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങളെപ്പോലെ ഉമ്മയും പ്രേക്ഷക ലക്ഷങ്ങളുടെ ഹൃദയം കവർന്നിരിക്കുകയാണ്. എന്താണ് ഈ ഷോയെക്കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണെന്ന് ഉമ്മ പറയുന്നത്. അത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് പിള്ളേരൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത്. പിള്ളേരൊക്കെ ഓക്കെയാണ്, എന്നാലും കുറച്ചുകൂടി ശരിയാകാനുണ്ട് ചിലരൊക്കെ എന്ന് പറയുന്നു ഉമ്മ. ഈ ഉമ്മയും മകനും ഈ ഷോ കണ്ടിട്ട് വളരെ ആത്മാർത്ഥതയോടെ കമൻറ്റുകൾ ഇടുന്നതാണ്. നമുക്ക് മകനെയും പരിചയപ്പെടാം. ലാലേട്ട സർജു എന്നാണ് പേര്. പ്രോഗ്രാം കാണാറുണ്ട്, 1ാമത്തെ സീസൺ മുതൽ കാണാറുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് നമ്മളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ലാലേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായമാണ്? അടിപൊളിയല്ലേ എന്ന്. ഉമ്മയ്ക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് നന്ദിയാണ് പറയാനുള്ളത്. ലാലേട്ടൻ്റെ അടുത്ത് വന്ന് നിൽക്കാനും ഇന്നിവിടെ വരാനും അവസരമൊരുക്കിയത് പ്രേക്ഷകരാണ്. അതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഏഷ്യാനെറ്റിനോട്, പിന്നെ ലാലേട്ടനെ എനിക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റി, അതിലെനിക്ക് ഒരുപാട് സന്തോഷമെന്ന് ഉമ്മ പറയുന്നു. നമുക്കിനി വീട്ടിനകത്തോട്ട് പോകാം. ആ പിള്ളേരെയൊക്കെ കാണണ്ടേ? എന്നാൽ ഉമ്മ ഇരിക്കുന്നു. എല്ലാവരെയും കാണാമെന്ന് പറഞ്ഞ് എന്നാൽ ഉമ്മ ഇരിക്കുമെന്ന് പറയുന്നു. നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ലാലേട്ടനകത്തോട്ട് കാണിക്കുകയാണ്. പിന്നെ അപ്പം എല്ലാവരും എഴുന്നേൽക്കുന്നു. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു. അപ്പം നിവിൻ പറയുന്നു, ഇന്ന് ലാലേട്ടനെ കാണാൻ സുന്ദരനായിരിക്കുന്നു, ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടെന്ന്. അതൊരു കംപ്ലൈൻ്റ് ആണോ കോംപ്ലിമെൻ്റ് ആണോ? അല്ലല്ല, കോംപ്ലിമെൻ്റ് ആണെന്ന് നിവിൻ പറയുന്നു. എന്തായാലും നിങ്ങളെ കാണാൻ ഈ പ്രേക്ഷകരോടൊപ്പം ഒരു ഉമ്മയും മകനും വന്നിട്ടുണ്ട്, അവരെ പരിചയപ്പെടുത്താമെന്ന് പറയുന്നു. ഉമ്മ സീസൺ 1 മുതൽ ഈ 7 വരെയുള്ള സീസൺ കാണുകയും കറക്റ്റായിട്ട് അഭിപ്രായങ്ങളും പറയുന്ന ഒരാളാണ് ഉമ്മ. വലിയ നിലപാടുകളുള്ള ഒരു ഉമ്മയും മകനുമാണെന്ന് ലാലേട്ടൻ ഉമ്മയെ പരിചയപ്പെടുത്തുന്നത്. അവരുടെ കമൻറ്റുകളെന്നൊക്കെ പറയുന്നത് വളരെ കറക്റ്റാണ്. നമുക്ക് ആ പിള്ളേരെയൊക്കെ ഒന്ന് ശരിയാക്കണമെന്നാണ് പറയുന്നത്. അതിനാണ് ഉമ്മ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അയ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്, നിങ്ങളും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ എടുത്ത് കാണിക്കുകയാണ്. ആദ്യം കാണിക്കുന്ന ഒരു ഡാൻസ് രംഗമാണ്. രാവിലത്തെ മോർണിംഗിൽ പാട്ടിടുന്ന ആ സോങ് കാണിച്ചിട്ട് ഒരു ഡാൻസ് കളിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന വിന്നി PR-നെ പറ്റി സംസാരിക്കുന്ന ഒരു രംഗമാണ് പിന്നെ കാണിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന അനിമോളുടെ ആണെന്ന് വിന്നി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്ന അനിമോളെയാണ്. അനിമോള് പറയുന്നത് ഞാൻ PR കൊടുക്കുകയോ കൊടുക്കാതിരിക്കുന്നത്, നീ എന്തിനാണ് കള്ളത്തരം പറഞ്ഞത്, ഞാൻ എപ്പോഴാണ് നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നൂറ ഭയങ്കര ദേഷ്യത്തിൽ അനീഷേട്ടനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഒരു 10-40 വയസ്സായ ഒരാളല്ലേ, നിങ്ങൾക്ക് എന്താ ബോധമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രംഗമാണ്. പിന്നെ കാണിക്കുന്ന അടുത്ത എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരെയാണ്. സാബുമോൻ, ലക്ഷ്മി, ബിന്നി, അനിമോൾ, ഷാനവാസ്, നിവിൻ അങ്ങനെ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഡാൻസ് മാരത്തോണിൻ്റെ ആ ഡാൻസ് പാർട്ടുകളാണ്. ഷാനവാസ് ഡാൻസ് കളിക്കുന്നത്, ആര്യൻ്റെ ഡാൻസ്, എല്ലാവരുടെയും ഡാൻസ് ആ പ്രോഗ്രാമുകളാണ് പിന്നെ കാണിക്കുന്നത്. നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന മേക്കപ്പ് സാധനങ്ങൾ, നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഡ്രസ്സ്, വൈൽഡ് കാർഡ് വന്നപ്പോഴെന്ന് പറയുമ്പോൾ ഷാനവാസ് ഇടയ്ക്ക് കയറി പറയുന്നത് എൻ്റെ പൊന്നു ഊടായിപ്പേ, ആ രംഗമാണ് എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഫാമിലി എല്ലാവരും വന്നപ്പോൾ, ഫാമിലി മെമ്പേഴ്സ് എല്ലാം വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ സമീപനം മാറി, വൈൽഡ് കാർഡ് വന്നപ്പോൾ നിങ്ങളുടെ സമീപനം മാറി, ഈ രംഗം എടുത്ത് കാണിക്കണം. പിന്നെ സൈക്കിള് ചവിട്ടുന്ന ആ രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഗ്യാസൊക്കെ കട്ടായപ്പോഴും ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ സൈക്കിൾ ചവിട്ടുന്ന ഒരു രംഗം ഉണ്ടല്ലോ, അതാണ് കാണിക്കുന്നത്. പിന്നെ അനിമോളും നിവിനും കൂടെ കോയിനുള്ള തർക്കം, കോയിൻ കൊടുത്തപ്പോഴുള്ള തർക്കങ്ങൾ, അതിനെപ്പറ്റി കാണിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ആര്യൻ ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി ചൂടാവുന്ന ഒരു രംഗമുണ്ട്, അതും കാണിച്ച്. പിന്നെ അക്ബർ അനിമോളുടെ കൈ കയറി പിടിക്കുമ്പോൾ എൻ്റെ കൈ കയറി പിടിക്കില്ലെന്ന് അനിമോൾ പറയുന്ന ആ രംഗം കാണിച്ച്. പിന്നെ ഷാനവാസും ആര്യനും കൂടെ ഉള്ളൊരു തള്ളും ഉന്തുമൊക്കെ ഉണ്ടല്ലോ, അത് കാണിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യനെ സീക്രട്ട് ടാസ്ക് കാണിക്കുന്ന അത് കാണിച്ച്. പിന്നെ നമ്മുടെ സാബുമോനെ അകത്തോട്ട് ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന രംഗം കാണിച്ച്. അനിമോളും ഷാനവാസും എല്ലാം കൂടെ സാബുമോനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പം കണ്ടുപിടിക്കുന്ന ആ രംഗം കാണിച്ച്. പിന്നെ കാണിക്കുന്നത് അനീഷ് സാബുമോനോട് ഇങ്ങനെ കൈ ഞൂണ്ടി സംസാരിക്കുന്ന ഒരു എല്ലാവരെയും റോസ്റ്റ് ചെയ്യാനായിട്ടൊരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ, ആ ടാസ്കിൽ അങ്ങനെ കാണിക്കുന്നൊരു രംഗമാണ് പിന്നെ കാണിക്കുന്ന ആ മാവ് ഇങ്ങനെ ഓരോരുത്തർ മാറി കൊടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതും കാണിക്കുന്നു. അടുത്ത ലൈവുമായിട്ട് ഞാൻ വീണ്ടും വരാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.